ഹലോ, ഇന്ന് നമ്മൾ കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഈ കുമ്പളങ്ങ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. പാത്രം കാലിയാവുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തേങ്ങ ആവശ്യത്തിന് എടുക്കുക. കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാനിത് ഈ ഇത്രയും തേങ്ങ അരയ്ക്കത്തില്ല. കുറച്ച് തേങ്ങയും പിന്നെ ബാക്കി ആ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ആട്ടോ അരയ്ക്കുന്നത്. പിന്നെ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചിട്ട് നോക്കിക്കേ, ഈ രീതിയിൽ നമ്മൾ അരയ്ക്കാത്ത തേങ്ങയും അരച്ച തേങ്ങയും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പാൻ ചൂടായി വരിക, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ അരി ഉണ്ടല്ലോ, അപ്പോൾ അരി ആവശ്യത്തിന് ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് അരിയോടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുകയല്ല, കാരണം എന്ന് വെച്ചാൽ കുമ്പളങ്ങയ്ക്കകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരിക. ഞാനിപ്പം ചേട്ടൻ്റെ വീട്ടിലാണല്ലോ, അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു നാളെ നമുക്ക് എന്തോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുമ്പളങ്ങ തോരൻ വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇതുവരെ കുമ്പളങ്ങ തോരൻ വെച്ച് കഴിച്ചിട്ടില്ല, കൂടുതലും കറിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ശരി, ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് എന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല. പിന്നെ അത് അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് കൂടെ ഇട്ട് കൊടുക്കുക, അതുകൂടെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗ ഓഫാക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.